Good morning, students. How are you? I think you all are fine. Today we are going to see the last section of this chapter, renal physiology. In this section, we are going to see other abnormalities relating to kidney, like kidney stones, and various treatment for kidney, like dialysis and kidney transplantation. So we can go for that. We can start today's class with the renal calculus. വാട്ട് ഈസ് റീനൽ കാൽക്കുലസ്? എന്തായി റീനൽ കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ. കിഡ്നി സ്റ്റോണിനാണ് പറയുന്നത് റീനൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് റീനൽ കാൽക്കുലസ്? എന്താ റീനൽ കാൽക്കുലസ് എന്ന് പറയുന്നത്? ദേ ആർ സോളിഡ് മാസ് ഫോംഡ് ഓഫ് ടൈനി ക്രിസ്റ്റൽസ്. ടൈനി ക്രിസ്റ്റൽസ് ചേർന്നുണ്ടാവുന്ന സോളിഡ് മാസ് ആണ്. യൂറിനറി ട്രാക്റ്റിലും ഒക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത്. അത് ഇറ്റ് വിൽ ഒബ്സ്ട്രക്ട് ദ ഫ്രീ പാസേജ് ഓഫ് യൂറിൻ ആൻഡ് കോസ് ഇമ്മൻസ് പെയിൻ ഫോർ ദി പേഷ്യൻറ്റ്. അപ്പം റീനൽ കാൽക്കുലസ് എന്താണെന്ന് മനസ്സിലായാലും കിഡ്നി സ്റ്റോൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സോളിഡ് മാസ് ഫോംഡ് ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് സം സബ്സ്റ്റൻസസ്. ദെൻ ഹൗ ഇറ്റ് ഈസ് ഫോംഡ്? ഇതെങ്ങനെയാണ് ഫോം ചെയ്യുക? When certain substances, the amount of certain substance in urine become more than a normal level, then it may lead to the formation of kidney stone. മൂത്രത്തിൽ ചില സബ്സ്റ്റൻസിൻ്റെ അളവ് അതെന്തൊക്കെയാണ് നമ്മളിനി പറഞ്ഞു വരും. അപ്പം അതിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് പറ്റും? ഈ കിഡ്നി സ്റ്റോൺസ് ഫോം ചെയ്യും. അതിൻ്റെ സൈസ് ഒരു 3 millimeter ഒക്കെ ആണെങ്കിൽ കൂടി സൈസ് വേരി ചെയ്യും. ഇറ്റ് ക്യാൻ ഒബ്സ്ട്രക്ട് ദ യൂറിറ്റർ ആൻഡ് ദ ഫ്രീ പാസേജ് ഓഫ് യൂറിൻ. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കണം. പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട് ബിക്കോസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കത് നോക്കാം. ഫസ്റ്റ് കാൽസ്യം സ്റ്റോൺസ്. കാൽസ്യം സ്റ്റോൺസ് എന്ന് പറയുമ്പോഴേ കാൽസ്യത്തിൻ്റെ ഓവർ അക്യൂമുലേഷൻ കൊണ്ടുണ്ടാവുന്നതാണ് കാൽസ്യം സ്റ്റോൺസ്. ഇത് കൂടുതലായിട്ടും മെന്നിലാണ് കാണപ്പെടുന്നത്. അപ്പം ഈ കാൽസ്യത്തിൻ്റെ സ്റ്റോൺസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കാൽസ്യം ഓക്സലേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതേപോലെ കാൽസ്യം ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാൽസ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺ ഉണ്ടാവുന്നുണ്ട്. കാൽസ്യം കാർബണേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാൽസ്യം കാർബണേറ്റ് സ്റ്റോൺസ്. അപ്പം കാൽസ്യത്തിൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ, കാൽസ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺ ആൻഡ് കാൽസ്യം കാർബണേറ്റ് സ്റ്റോൺ. ഇനി ഇതിൽ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ, അതിലെ ഓക്സലേറ്റിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സ്പൈനാക്കും സം വൈറ്റമിൻ സി സപ്ലിമെന്റ്സും ആണ്. സ്പൈനാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചീരയൊക്കെ വരത്തില്ലേ, അതെല്ലാം വരുന്നതാണ് സ്പൈനാക്ക്. അതും വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് ഒക്കെയാണ് കൂടുതലും ഈ ഓക്സലേറ്റ് ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കാൽസ്യം വരും, ഓക്സലേറ്റും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത സിസ്റ്റൈൻ സ്റ്റോൺസ്. സിസ്റ്റൈൻ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റിനൂറിയ ഉള്ള ആൾക്കാരിലാണ് ഈ സിസ്റ്റൈൻ സ്റ്റോൺസ് ഉണ്ടാകുന്നത്. എന്താണ് ഈ സിസ്റ്റനൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിസ്റ്റിനൂറിയ സ്പെല്ലിംഗ് പറയാം. CYSTINURIA. അപ്പം സിസ്റ്റിനൂറിയ പീപ്പിൾസിലാണ് സിസ്റ്റൈൻ സ്റ്റോൺസ് കാണപ്പെടുന്നത്. സിസ്റ്റിനൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റഡ് ഓട്ടോസോമൽ റിസസീവ് ഡിസീസ്. ഇൻഹെറിറ്റഡ് ആണ്, ഓട്ടോസോമലിലും ഉണ്ട്, സെക്സ് ക്രോമസോം ഉണ്ട്. അപ്പം മനസ്സിലായിക്കണം, ഓട്ടോസോമൽ ക്രോമസോമുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് റിസസീവും ആണ് ആ കണ്ടീഷൻ. മനസ്സിലായോ? അപ്പം ആ സിസ്റ്റിനൂറിയ എന്ന് പറയുന്ന ആ ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാവുന്ന ജീൻ, അത് ജീൻ നോർമലി റിസസീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഏത് ക്രോമസോംസിലാണ്? ഓട്ടോസോമൽ ക്രോമസോംസിലാണ് ഇരിക്കുന്നത്. അത് ചില കേസസിൽ അത് ഡോമിനൻ്റ് ആകുമ്പോഴായിരിക്കുമല്ലോ ഈ ഡിസീസ്ഡ് കണ്ടീഷൻ വരുന്നത്. ഈ സിസ്റ്റിനൂറിയ ഉള്ള ആൾക്കാരിൽ
എന്ത് ആയിരിക്കും സംഭവിക്കുക? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അമിനോ ആസിഡ് സിസ്റ്റീൻ ഇൻ യൂറിൻ ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സിസ്റ്റൈൻ സ്റ്റോൺസ്. അപ്പോൾ സിസ്റ്റൈൻ സ്റ്റോൺസ് സാധാരണ എല്ലാം ഉണ്ടാവുന്നത് സിസ്റ്റിനൂറിയ പീപ്പിൾസ്. സിസ്റ്റിനൂറിയ പീപ്പിൾ എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റഡ് കണ്ടീഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് യൂറിൻ വഴി പിന്നെ പുറത്തു പോകാൻ ഹൈ കോൺസെൻട്രേഷൻ വരും യൂറിനിൽ സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. അങ്ങനെ സിസ്റ്റീൻ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സിസ്റ്റീൻ സ്റ്റോൺസ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ടൈപ്പ് സ്റ്റോൺ നോക്കിയാൽ സ്ട്രുവൈറ്റ് സ്റ്റോൺ. സ്ട്രുവൈറ്റ് ആ പേര് നമ്മൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ആ പേര് ഓർക്കാൻ വേണ്ടിയിട്ട് സ്ട്രുവൈറ്റ് ലിറ്റിൽ കാറ്റോ അങ്ങനെ എന്തൊരു ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ, സ്ട്രുവൈറ്റ്. അപ്പം ഈ പൂച്ച എന്ന് പറയുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആണ്, അത് ലേഡീസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ സ്ട്രുവൈറ്റ് സ്റ്റോൺസ് സാധാരണ ഇതിലാണ് വിമണിലാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. വിമൻസ് ഹു ഹാവ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവരിലാണ് ഈ സ്ട്രുവൈറ്റ് സ്റ്റോൺസ് കാണപ്പെടുന്നത്. അപ്പം നമ്മൾ കാൽസ്യം സ്റ്റോൺസ് 3 ടൈപ്പ് ഉണ്ടായിരുന്നു. സിസ്റ്റൈൻ സ്റ്റോൺ സിസ്റ്റിനൂറിയ ഉള്ള ആൾക്കാരിലാണ് കാണുന്നത്. സ്ട്രുവൈറ്റ് സ്റ്റോൺ വുമൻസിലാണ്, ദോസ് ഹു ഹാവ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇനി യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഇപ്പം സാധാരണ ആൾക്കാരിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഗൗട്ട് എന്ന് പറയും, ജോയിൻസിനൊക്കെ പെയിൻ വരുന്ന ഒരു കണ്ടീഷൻ. അപ്പം കൂടുതലായിട്ടും മെൻസിലാണ് കാണുന്നത്. യൂറിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ മൂലം ഉണ്ടാവുന്ന ടൈപ്പ് സ്റ്റോൺസ് ആണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൻ്റെ എഫക്റ്റ് ആണ് നെക്സ്റ്റ്. ഈ ഹൈപ്പർ പാരാതൈറോയിഡിസം ഉള്ള പേഴ്സൺസിൽ ഈ ഫോസ്ഫേറ്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് യൂറിനിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് മേ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ഇൻ ദെയർ ബോഡി. അത് ഹൈപ്പർ പാരാതൈറോയിഡിസം ഉള്ള ആൾക്കാരുടെ കേസാണ്. അവരിൽ ഉണ്ടാകുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആണ്, ഫോസ്ഫേറ്റ്സിൻ്റെ അക്യുമുലേഷൻ മൂലം. ഇനി നെക്സ്റ്റ് സോല്യൂബിലിറ്റി. ഇത് ഈ സ്റ്റോൺസ് സോല്യൂബിൾ ആവുന്നത് ഏത് മീഡിയത്തിലാണ്? അസിഡിക് മീഡിയത്തിലാണ് ഈ നമ്മുടെ കിഡ്നി സ്റ്റോൺസ് സോല്യൂബിൾ ആവുന്നത്. അതുകൊണ്ട് ഇതിന് കൊടുക്കുന്ന ഡ്രഗ്സ് എല്ലാം മെജോറിറ്റിലി അസിഡിക് ആയിരിക്കും. ഡയറ്റും അസിഡോട്ടിക് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും. ഇനി അസിഡോസിസ് ആൻഡ് ആൽക്കലോസിസ്. അസിഡോസിസ് എന്ന് പറയുമ്പം ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലേ? ഇൻക്രീസ്ഡ് അസിഡിറ്റി ഓഫ് ബ്ലഡ് പ്ലാസ്മയാണ് അസിഡോസിസ്. ഇതിന്റെ കാരണം എന്തുവാണ്? ഡ്യൂ ടു ഡിഫക്റ്റീവ് എക്സ്ക്രീഷൻ ഓഫ് ആസിഡ്സ് വയ കിഡ്നി. അപ്പം അസിഡോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലഡ് പ്ലാസ്മ അസിഡിക് ആവുന്നതിനെയാണ് അസിഡോസിസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഡ്യൂ ടു ദ ഡിഫക്റ്റീവ് എക്സ്ക്രീഷൻ ഓഫ് ആസിഡ് ബൈ കിഡ്നി. അപ്പോൾ ആൽക്കലോസിസ് അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. is the increased alkalinity of blood plasma. pH increase more than 7.45. അപ്പോൾ 7.45 മുകളിലേക്ക് പോകും ആൽക്കലോസിസിൻ്റെ കണ്ടീഷനിൽ. നെക്സ്റ്റ് സ്ലൈഡ്. ഡയാലിസിസ് എന്ന് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. അതിൻ്റെ ആ മെക്കാനിസം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നാണ് ഇത് ചെയ്തിട്ടുള്ളവരും അതിൻ്റെ ഒരു വാസ്തവവും അങ്ങനെയാണ്. പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം കിഡ്നി ഡാമേജ്, ആ കിഡ്നി ഫങ്ഷൻ ചെയ്യാതെ ഇരിക്കുന്ന കണ്ടീഷനിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പം കിഡ്നി മാൽഫങ്ഷന് 3 ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. അതിൽ ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്, പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റ്. ഇത് ഓരോന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും എപ്പോഴും ഒരു ഷോർട്ട് ടേം റിലീഫ് മാത്രമേ തരത്തുള്ളൂ. ലോങ് ടേം റിലീഫ് റീനൽ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യേണ്ടി വരും. കിഡ്നി ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ, 2 കിഡ്നി ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ. ഒരു കിഡ്നി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ബോഡി ഫങ്ഷൻ ചെയ്യാൻ പറ്റും. 2 അങ്ങ് ഡിഫക്റ്റീവായി കഴിയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഫേറ്റൽ ടു ദാറ്റ് പേഴ്സൺ. അപ്പോൾ ഹീമോ ഡയാലിസിസ് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു നോക്കാം. അപ്പം ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക്
ദിസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് വേസ്റ്റ് ആണ് അല്ലേ, ഹിമോഡയാലിസിസ്. അപ്പം വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും? പൊട്ടാസ്യം വരും, യൂറിയ വരും, എക്സസ് വാട്ടർ വരും. ഇതെല്ലാം റിമൂവ് ചെയ്യണം. അപ്പം റീനൽ ഫെയില്യൂർ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഹീമോഡയാലിസിസ് നടത്തുന്നത്. അത് ഇൻപേഷ്യൻ്റ്ലിയും ഔട്ട് പേഷ്യൻ്റ്ലിയും നമ്മൾ ചെയ്യും. എന്താണ് ഇൻപേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത്? ഇൻപേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടും, ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെയാണ് ഔട്ട് പേഷ്യൻ്റ് ആയത്. അപ്പം ഞാൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ഒരു ട്യൂബിംഗ് വഴി കണക്ട് ചെയ്യും. ഈ ട്യൂബിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലഫെയിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ സെല്ലഫെയിൻ ഒരു പ്രത്യേകതയുണ്ട്, ഇത് അതിൻ്റെ വാൾ ഹൈലി പെർമിയബിൾ ആണ്. അപ്പം ഇന്നത്തെ നമ്മൾ പറയേണ്ടത് ആർട്ടറി ഉണ്ട്. ആർട്ടറിയിൽ നിന്ന് പേഷ്യൻറ്റിൻ്റെ കയ്യിലെ ആർട്ടറി ഒരു ട്യൂബിങ്ങുമായിട്ട് കണക്ട് ചെയ്യും. ദ ട്യൂബിംഗ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലോഫാൻ. Its peculiarity is that its wall is highly permeable to solutes. At the same time, impermeable to to proteins and blood cells. And this cellophane tubing is bathed in a dialysis solution. അപ്പം ഈ സെല്ലോഫാൻ ട്യൂബ് ഏതിനകത്ത് മുങ്ങിയിരിക്കുകയാണ്? ഒരു ഡയാലിസിസ് സൊല്യൂഷൻ. ഡയാലിസിസ് സൊല്യൂഷനകത്ത് ഇങ്ങനെ ബാത്ത് ചെയ്ത് ആണ് പോകുന്നത്. ഈ ഡയാലിസിസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റെറിലൈസ്ഡ് സൊല്യൂഷൻ ഓഫ് അയോൺസ് ആണ്. അയോൺസിൻ്റെ സ്റ്റെറിലൈസ്ഡ് സൊല്യൂഷൻ ആണ് ഈ ഡയാലിസിസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഇവിടെ ഞാനിത് കാണിക്കാം. ഇവിടെ നമ്മുടെ ഫ്രഷ് ഡയലൈസേറ്റ് സൊല്യൂഷൻ ഇരിപ്പുണ്ട് കണ്ടോ. അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഇങ്ങനെ ഇതിൽ വന്ന് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ ബ്ലഡ് ഈ ട്യൂബ് വഴി ഇങ്ങനെ പാസ് ചെയ്യും. ആ രണ്ട് പാത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഫ്രഷ് ഡയലൈസേറ്റ് സൊല്യൂഷൻ്റെ പാത്ത് ഉണ്ടോ, ഇങ്ങനെ വന്ന് ഇങ്ങനെ. അതേപോലെ ബ്ലഡിൻ്റെ പാത്ത് ഇത് വഴി വന്ന് ഈ ട്യൂബിങ് വഴി ഇങ്ങനെ പോകും. അപ്പം ഇതിൽ കൂടി പാസ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ വെച്ചിട്ട് ഡിഫ്യൂഷൻ സംഭവിക്കും. ഈ ട്യൂബിങ്ങിലെ ബ്ലഡും അത് ബാത്ത് ചെയ്ത് കിടക്കുന്ന ഡയാലൈസേറ്റ് സൊല്യൂഷൻ തമ്മിൽ ആ ഡിഫ്യൂഷൻ നടത്തി ഇംപ്യൂരിറ്റീസും വേസ്റ്റും ഇതിനകത്തേക്ക് ഡിഫ്യൂസ് ഔട്ട് ചെയ്ത് വരും. ആ ഇംപ്യൂർ ആയിട്ടുള്ള ഡയാലൈസേറ്റ് സൊല്യൂഷനാണ് ഇവിടെ വരുന്നത്. അത് പിന്നീട് റിമൂവ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രഷ് കൊടുത്തുകൊണ്ടും ഇരിക്കും. അപ്പം ഇത് വഴി പാസ് ഔട്ട് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആയിരിക്കും. അത് തിരിച്ച് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കയ്യിലെ ഒരു വെയിനിലേക്ക് കൊടുക്കുകയും ചെയ്യും. ദിസ് ഇസ് ദ പ്രോസസ്. അപ്പോൾ ഇതിൽ ഈ ഡയാലൈസേറ്റ് സൊല്യൂഷനകത്ത് പിന്നെ നമ്മുടെ ബ്ലഡിലെ യൂറിയ, വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടുള്ള പൊട്ടാസ്യം, പിന്നെ ഫോസ്ഫേറ്റ്, ഇതെല്ലാം ഡിഫ്യൂസ് ചെയ്തിട്ട് ബ്ലഡിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് എവിടോട്ട് വരും? ഡയാലൈസേറ്റ് സൊല്യൂഷനിൽ വരും. ഇനി ഈ സൊല്യൂഷൻ്റെ വേറൊരു പ്രത്യേകത, ഇതിനകത്തെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഒക്കെ കോൺസെൻട്രേഷൻ ഈ ബ്ലഡിനകത്തുള്ള കോൺസെൻട്രേഷൻ്റെ എക്സാക്ട് സിമിലർ ആയിരിക്കും. എന്തിനായിരിക്കും അത് ചെയ്യുന്നത്? ഒരിക്കലും ബ്ലഡിൽ നിന്ന് അനാവശ്യമായിട്ട് സോഡിയവും ക്ലോറിനും ഒന്നും നഷ്ടപ്പെട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് ദ പ്രോസസ്സ്. അപ്പോൾ പ്രോസസ്സിൽ നമ്മൾ പറയണ എന്തൊക്കെ സിസ്റ്റംസ് ഉണ്ടെന്ന് പറയണം. അതൊരു സെല്ലഫൈൻ ട്യൂബിങ് വഴി ആർട്ടറി കണക്ട് ചെയ്യുന്നു. അത് ദാറ്റ് സെല്ലഫൈൻ ട്യൂബിങ് ഈസ് ബാത്ത്ഡ് ഇൻ എ ഡയാലൈസേറ്റ് സൊല്യൂഷൻ. ഫ്രഷ് ഡയാലൈസിസ് സൊല്യൂഷൻ ഈസ് സർക്കുലേറ്റിംഗ് ത്രൂ ദാറ്റ് trough, and the used dialysate solution is accumulating in another vessel, and then the purified blood after leaving this external kidney എന്ന് നമുക്ക് പറയാം. external kidney, it then
re-entering to the vein of that patient. അപ്പോൾ ഇത്രയാണ് ഈ ഹീമോഡയാലിസിസിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ഇത് കണക്ക് യൂറിയ, പൊട്ടാസ്യം പോണക്കുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി, വയറിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ ഡയാലിസിസ് സൊല്യൂഷൻ സപ്ലൈ ചെയ്യുന്ന ബാഗ് ഉണ്ട്. ഇതുവഴി സ്റ്റൊമക്കിൽ ഡയാലിസിസ് സൊല്യൂഷൻ ഫില്ല് ചെയ്യും പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ. പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണൽ ആ സ്പേസിനെ കവർ ചെയ്തുകൊണ്ടുള്ള മെംബ്രെയിൻ ആണല്ലോ. അപ്പം നമ്മൾ വയറിനകത്തെ ആ സ്പേസിലോട്ട് ഡയാലിസിസ് സൊല്യൂഷൻ ഫില്ല് ചെയ്യും. അപ്പം ഇവിടുത്തെ ബ്ലഡ് കാപ്പിലറീസ്, സറൗണ്ടിങ് ബ്ലഡ് കാപ്പിലറീസ്, ബ്ലഡ് വെസൽസിൽ നിന്ന് വേസ്റ്റ് ഡിഫ്യൂസ് ചെയ്ത് ഈ ഡയാലിസിസ് സൊല്യൂഷനിലേക്ക് വരും. അങ്ങനെ കുറേ നേരം, ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ ശേഷം ഈ ഡയാലിസിസ് സൊല്യൂഷൻ തിരിച്ച് പുറത്തേക്ക് സെക്ഷൻ ചെയ്ത് എടുക്കും. അങ്ങനെയുള്ള ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പം പെരിറ്റോണിയൽ ഡയാലിസിസും നമ്മൾ കണ്ടു, ഹീമോ ഡയാലിസിസും കണ്ടു. ഈ കടത്തിവിടുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിൽ കടത്തിവിടുന്ന ഈ ട്യൂബിങ്ങും ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ പ്രിൻസിപ്പിൾ കൂടി തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഈ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത്. നെക്സ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിസീസ്ഡ് ഡോണർ, അതായത് മരിച്ചുപോയ ഒരു ഡോണറിൽ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ ജീവനുള്ള ഒരാളിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അപ്പം ഡിസീസ്ഡ് ഡോണർ, മരിച്ചുള്ള ഒരാളിൽ നിന്നാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കൊന്നുകിൽ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ കാർഡിയാക് ഡെത്ത് കഴിഞ്ഞ ആളിൽ നിന്നായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലിവിങ് ഡോണർ ആണെങ്കിൽ ജനറ്റിക്കലി റിലേറ്റഡ് ആണെങ്കിൽ നല്ലത്, നോൺ റിലേറ്റഡ് ആയിട്ടുള്ളതിൽ നിന്നും എടുക്കാറുണ്ട്. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെയൊക്കെയാണ് നോക്കുക. ഡോണറിനെയും റെസിപ്പിൻ്റെയും അടുത്തടുത്ത റൂമുകളിൽ വെച്ചിട്ട് ഒരേ ടൈമിലായിരിക്കും ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. റെസിപ്പിയൻറ്റിനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ഡോണറിൻ്റെ ബോഡിയിൽ നിന്നിട്ട് ഒരു കിഡ്നി ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അത് ഐസ് ബാഗിലാക്കിയിട്ട് റെസിപ്പിൻ്റെ ബോഡിയിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീം ഡോക്ടേഴ്സ് കിഡ്നി റിമൂവ് ചെയ്യും, അനദർ ടീം റെസിപ്പിയൻറ്റിനെ പ്രിപ്പയർ ചെയ്യും ടു റിസീവ് ദ കിഡ്നി. അപ്പം നമ്മൾ ഇതിവിടെ കണ്ടോ, അപ്പോൾ ഒരിക്കലും കിഡ്നി ഡാമേജ് ആകുമ്പം ആ കിഡ്നി അങ്ങ് എടുത്ത് ഇവിടെ നോക്കാം, കിഡ്നി ഡിസീസ്ഡ് ആയിട്ടുള്ള കിഡ്നിയാണ്. കിഡ്നി എടുത്ത് ഇങ്ങ് കളയുകയല്ല ചെയ്യുന്നത്, പകരം എന്താ ചെയ്യുന്നത്, പുതുതായിട്ട് ഉള്ള കിഡ്നി എടുത്തിട്ട് കണ്ടോ ഈ ആർട്ടറിയും വെയിനും ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എന്താണ് ഒരു നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി എടുക്കുന്ന കിഡ്നി. അത് ഏത് പേഷ്യൻറ്റിൽ നിന്നാണോ എടുക്കുന്നത് അവരുടെ ബോഡിയിൽ നിന്ന് ഇച്ചിരി ആർട്ടറിയും വെയിനോട് ചേർത്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അവരുടെ യൂറിറ്റർ കൂടെ ചേർത്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് ഈ പേഷ്യൻ്റ് ബോഡിയിൽ ലോവർ അബ്ഡോമനിലോട്ടായിട്ട് ആണ് കണക്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ ഡിസീസ് കിഡ്നി മുറിച്ച് മാറ്റിയിട്ട് അവിടോട്ടല്ല ഇത് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ആ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രോസസ്സ് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്കത് കാണാം. ഓക്കെ. കിഡ്നി ഡിസീസ്ഡ് ആയി കഴിഞ്ഞു. ഇനി ആ പേഷ്യന്റിന് എങ്ങനെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നോക്കാം. കിഡ്നിയുടെ പൊസിഷനൊക്കെ നോക്കിക്കോണം, കണ്ടോ നമ്മുടെ റിബ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ അടുത്തായിട്ടാണ് കിഡ്നിയുടെ ലൊക്കേഷൻ.
നമ്മുടെ ഡോണറിൻ്റെ ബോഡിയിൽ നിന്നിട്ട് കിഡ്നി ഒരെണ്ണം ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഈ ആർട്ടറീസിലെല്ലാം ഓരോ ടൈ ഇടും. കാരണം ടൈ ഇട്ടിട്ട് ഇപ്പുറം വെച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. യൂറിറ്ററും വെയിനും എല്ലാം കട്ട് ചെയ്തു. റെസിപ്പിൻ്റെ ബോഡിയിലേക്ക് അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണേ എങ്ങനെയാണ്. Okay students, with this we finish this chapter, renal physiology. Thank you.